വെള്ളക്കെട്ടും പകർച്ചവ്യാധികൾ പകർന്നു പിടിക്കുന്നത് മൂലം കഷ്ടത അനുഭവിക്കുകയാണ് തോപ്പുംപടി രാമേശ്വരം കനാൽ റോഡിന് സമീപത്തെ ജനങ്ങൾ. സ്വകാര്യ വ്യക്തി പുറമ്പോക്ക് ഭൂമി കയ്യേറി തോട് നികത്തിയതോടെയാണ് ജനങ്ങൾ ദുരിതത്തിലായത്. കൊച്ചി കോർപ്പറേഷൻ മുൻ കൗൺസിലറും NCP നേതാവുമായ VJ ഹയസിന്താണ് തോട് കയ്യേറിയതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഇപ്പം ഞങ്ങൾക്ക് വെള്ളമാണ്. മഴ വന്നു കഴിഞ്ഞാൽ വെള്ളമാണ്. മുറ്റത്ത് വരെയും വെള്ളം കയറും, ചവിട്ടി വരെയും വെള്ളം കയറും. അതിൻ്റെ കാല് വരെയും എന്താണ് ഈ അഴുക്കും വെള്ളം എല്ലാം കൂടി കയറിയിട്ടാണ്. ചിലപ്പോൾ മഴയെനിക്ക് നേരം വെളുത്ത് റോട്ടിൽ ഗേറ്റ് തുറക്കുമ്പോൾ വെള്ളത്തിൻ്റെ അകത്തേക്കാണ് ഞങ്ങൾ ഇറങ്ങണത്. അതാ മാനാശ്ശേരിയോടെയും കടലിലെ വെള്ളമൊക്കെ കയറുന്നത് മുഴുവനും ഈ വഴിക്കാണ് പോകുന്നത്. തോപ്പുംപടി രാമേശ്വരം കനാല് ഡോണച്ചാൽ പാലത്തിന് സമീപം മാവേലി റോട്ടിലെ താമസക്കാരാണ് ഈ ജനങ്ങൾ. മഴ പെയ്താൽ വെള്ളക്കെട്ടും പകർച്ചവ്യാധികൾ പകർന്നു പിടിക്കുന്നത് മൂലം ദുരിത ജീവിതം അനുഭവിക്കുകയാണിവർ. രാമേശ്വരം കനാലിലേക്ക് ഒഴുകിയിരുന്ന തോട് കയ്യേറി നികത്തിയതോടെയാണ് പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷമായത്. ഒരു 10 കൊല്ലമായിട്ട് വെള്ളപ്പൊക്കം അനുഭവിക്കുന്നുണ്ട്. അതിനുശേഷം വെള്ളപ്പൊക്കം അകത്ത് കയറി സാധനം അരിയൊക്കെ ചീത്തയായി പോയിട്ട് പിന്നെ ഞാനൊരു 8-9 ലക്ഷം മുടക്കിയിട്ടാണ് പൊക്കിയത്. പൊക്കിക്കഴിഞ്ഞിട്ട് ഇപ്പോഴും ഈ തട്ട് പോലെ നിൽക്കുന്ന വെള്ളം അങ്ങോട്ടും പോകുന്നില്ല, അങ്ങോട്ടും പോകുന്നില്ല. ഇത് വലിയ രാമേശ്വരം കാനം. ഈ രാമേശ്വരം കാനലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം ഒഴുകിപ്പോൾ പെട്ടെന്ന് ഇതിനെ കാണക്കള വീതിയില്ല, പോലെ വഴിയുമില്ല. സർവേ നമ്പർ 1888 പ്രകാരം ഇവിടെ ഒരു തോടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് തോട് പൂർണ്ണമായും മറഞ്ഞു. കൊച്ചി കോർപ്പറേഷൻ മുൻ കൗൺസിലറും NCP നേതാവുമായ VJ ഹൈസിന്താണ് കയ്യേറ്റം നടത്തുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിലുള്ള സ്ഥലത്തിന് സമീപം കൂടി കടന്നുപോയ തോട് മണ്ണിട്ട് നികത്തുകയായിരുന്നു. തോടിന്റെ സ്വാഭാവിക നീരൊഴുക്ക് തടസ്സപ്പെടുത്തരുതെന്ന് 2020 തോപ്പുംപടി മുൻസിഫ് കോടതി ഉത്തരവിട്ടിരുന്നു. കൂടാതെ ഇത് പുറമ്പോക്ക് ഭൂമിയാണെന്ന് വ്യക്തമാക്കി കോർപ്പറേഷൻ ബോർഡും സ്ഥാപിച്ചു. ഇതെല്ലാം മറികടന്നാണ് കയ്യേറ്റം. VJ ഹൈസിന്റെ രാഷ്ട്രീയ ബന്ധങ്ങളാണ് കയ്യേറ്റത്തിന് ഉടപിടിക്കുന്നതെന്നാണ് ആക്ഷേപം. ഇത്രയും നാള് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധികൾ പോയിട്ട് അവിടെ പുറമ്പോക്ക് തോടിൽ കൊടി കുത്തുമായിരുന്നു, CPM-ന്റെ കൊടി കുത്തുമായിരുന്നു. ഇപ്പം അത് കുത്തുന്നില്ല. കാരണം ഇദ്ദേഹം പാർട്ടി മാറി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് മാറിയത് കാരണം അവർക്കൊന്നും താല്പര്യമില്ല. MLA മാക്സി പൂർണ്ണ പിന്തുണ കൊടുത്തേക്കണം. അതേസമയം തോടടങ്ങുന്ന സ്ഥലം തന്റെ ഭാര്യയുടെ സ്വത്താണെന്നാണ് VJ ഹൈസിന്റെ വാദം. കയ്യേറ്റത്തിനെതിരെ നാട്ടുകാർ RDOയ്ക്കടക്കം പരാതി നൽകിയിരുന്നു. പരാതിയിൽ ഉദ്യോഗസ്ഥർ അന്വേഷണത്തിന് തയ്യാറാവുന്നില്ലെന്നും ജനങ്ങൾ ആരോപിച്ചു. ജനം, കൊച്ചി.